നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ്. അത്യാവശ്യം നല്ല സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി കിട്ടാനായിട്ട് യോഗമുണ്ട്. ഗവൺമെൻറ് ജോലിക്കൊക്കെ കാത്തിരിക്കുന്നവർക്ക്, ലിസ്റ്റിൽ വന്ന് കാത്തിരിക്കുന്നവർക്കൊക്കെ നിയമനം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. ഗുരു ശുക്ര യോഗമാണ്. അപ്പോൾ ഗുരുഭാർഗവ സംയോഗയെ ദിവ്യതാരവും മഹാധനി എന്ന് പറയുന്ന യോഗമാണ്. നല്ല ഭാര്യാഗുണം, നല്ല ധനാഭിവൃദ്ധി, പഠിച്ച വിദ്യക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടുക, കുടുംബത്തിൽ മാന്യമായ സ്ഥാനം, അതേപോലെ തന്നെ നാട്ടിൽ മാന്യമായ സ്ഥാനം കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു മാസമാണ്. പക്ഷേ ലഗ്നത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക, കാലിൻ്റെ നടു മുതൽ കാലിൻ്റെ മുട്ട് വരെയുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് ഇതിനകത്ത് മെയിനായിട്ട് കാണുന്നത്. ഒരു കാളസർപ്പയോഗം പോലുള്ള ഒരു അവസ്ഥ, എല്ലാ ഗ്രഹങ്ങളെയും രാഹുകേതുക്കളൊരു സ്ഥലത്ത് ബന്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പം അങ്ങനെ ഉള്ളത് കാരണം കൊണ്ട് നടുവിന് തല്ലിട്ട പാമ്പിൻ്റെ ഒരു അവസ്ഥയാണ്. ഒരുവിധം കുറച്ചൊന്ന് ഉയർന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു തടസ്സം വരും. അപ്പോൾ അത് കാരണം നാഗപൂജ മുടങ്ങാതെ ചെയ്യണം. നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിലേക്ക് പോവുകയും ചെയ്തു. അത് കാരണം എന്താഗ്രഹിച്ചാലും അതിന് കുറച്ച് കാലതാമസം വരികയോ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുക. അതായത് ഭാര്യ, 7ാം ഭാവം ഭാര്യാസ്ഥാനമാണ്. അപ്പോൾ ആ ഭാവാധിപതി അഷ്ടമത്തിലേക്ക് പോയി നിൽക്കുന്നത് കാരണമുണ്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥകൾ പോലെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ പരസ്പരം മാനസിക ചേർച്ചക്കുറവ് ഉണ്ടാവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു രോഗം മാറി കുറച്ച് കഴിയുമ്പോഴത്തെ ഇടയ്ക്കൊരു മറ്റൊരു രോഗം, ഒരു മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടായിരുന്നത് മാറി കുറച്ച് ടെൻഷനായി, പിന്നീടും അങ്ങനെ മാറി മാറി മാനസിക വ്യാപാരങ്ങളും അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ കൂടി മാറി മാറി വന്നുകൊണ്ടിരിക്കാൻ ഒരു യോഗമുള്ള സമയമാണ്. അപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. രാഹുപൂജയും കേതുപൂജയും ചെയ്യുക. നല്ല പ്രാർത്ഥന ഉണ്ടാകണം. സാമ്പത്തികമായ രീതിയിലൊക്കെ നല്ല അഭിവൃദ്ധിക്ക് യോഗമുള്ളൊരു മാസമാണ്. കർമ്മസംബന്ധമായിട്ട് ഗുണം അനുഭവിക്കാൻ യോഗമുണ്ട്. മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനും യോഗമുള്ള സമയമാണ്. പക്ഷേ ശാരീരികമായിട്ടുള്ള കുറച്ച് അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്താൽ ഈ മാസം നല്ല രീതിയിലുള്ള അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് പൂരം നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.